പ്രകടമായിട്ടൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് ജുനാഗടയ്ക്കുണ്ട്. ആദിശങ്കരാചാര്യ ഭഗവത്പാദര് അദ്വൈത സിദ്ധാന്തത്തിന്റെ പുനഃസ്ഥാപകനായിരുന്നു. അതേപോലെ തന്നെ ദ്വൈത സിദ്ധാന്തത്തിന്റെ മാധ്വാചാര്യര് ഇന്നത്തെ കർണാടക, പഴയ കേരളം ഉം. എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്നത്തെ കർണാടക എന്ന് പറയുന്ന ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ്. ഏത് പരമ്പരയില് ഏത് സമ്പ്രദായത്തിൽ ആചാര്യനാണെങ്കിലും ഒരു ദേവതയെ ഒരു സ്ഥലത്ത് വയ്ക്കുന്നത് ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായും സുഖമായും ഇരിക്കുക എന്നുള്ള ഒരു ആദേശത്തോട് കൂടിയിട്ടാണ് നാമജപം. അതിന്റെ കരുത്ത് അക്ഷരം അർത്ഥമറിയാതെ ജപിച്ചാൽ പോലും കാട്ടാളൻ മഹാഋഷിയാവുന്നുള്ളതാണ്. ആദിശങ്കരാചാര്യനാണല്ലോ ഈ സനാതനമതത്തിന്റെ മുഖ്യ ഒരു പ്രചാരകൻ. അദ്ദേഹം ദക്ഷിണ ഭാരതത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു സന്യാസി ശ്രേഷ്ഠനാണ്. സോ അതേപോലെ തന്നെ ഇപ്പോൾ ഹിന്ദുക്കൾ ദക്ഷിണ ഭാരതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജുനാഗാഡയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് സ്വാമിയുടെ ശരിക്ക് ഈ ദക്ഷിണ ഭാരതത്തിൽ നിന്നും ഒരാൾ വരണം, അതിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്, പ്രകടമായിട്ടൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് ജുനാഗടയ്ക്കുണ്ട്. അപ്പൊ അതിനെ ഏത് രീതിയിലാണ് സ്വാമി നോക്കി കണ്ടിട്ടുള്ളത്? ഈ ദക്ഷിണ ഭാരതം ആദിശങ്കരാചാര്യരുടെ ജന്മഭൂമി കേന്ദ്രമാക്കിയിട്ടുള്ള ദക്ഷിണ ഭാരതം എല്ലാ കാലത്തും, അതായത് ഭാരതത്തിനെ ഒരു തന്ത്രത്തിന്റെ തലത്തിൽ 3 മേഖലയായിട്ട് തിരിക്കുമ്പോൾ ദക്ഷിണ ഭാരതം സൃഷ്ടിയുടെ തലമാണ്. എല്ലാ സൃഷ്ടിയും നടന്നിരുന്നത് ദക്ഷിണ ഭാരതത്തിൽ നിന്നാണെന്ന് പറയാം. ഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട ആദിശങ്കരാചാര്യ ഭഗവത്പാദര് അദ്വൈത സിദ്ധാന്തത്തിന്റെ പുനഃസ്ഥാപകനായിരുന്നു. അതേപോലെ തന്നെ ദ്വൈത സിദ്ധാന്തത്തിന്റെ മാധ്വാചാര്യര് ഇന്നത്തെ കർണാടക, പഴയ കേരളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്നത്തെ കർണാടക എന്ന് പറയുന്ന ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ്. വിശിഷ്ടാദ്വൈതം രാമാനുജാചാര്യര് ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ്. അതൊക്കെ പിൽക്കാലത്ത് ഹിമാലയം മുഴുവൻ ഭരിച്ചിരുന്നത്, നമ്മളതൊരു അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ, മലയാളികളായിട്ടുള്ള 3 മഹാത്മാക്കളായിരുന്നു. തപോവന സ്വാമികൾ, വസിഷ്ഠ ഗുഹയിലെ പുരുഷോത്തമൻ സ്വാമികൾ, ശിവാനന്ദാശ്രമത്തിലെ ശിവാനന്ദ സ്വാമികൾ. അപ്പോൾ അങ്ങനെ ഇന്നും ഭാരതത്തിലെ ഒരുവിധം എല്ലാ പരമ്പരകളിലാണെങ്കിലും കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിൽ നിന്നൊക്കെയുള്ള മഹാത്മാക്കളുടെ ശ്രദ്ധേയമായിട്ടുള്ള സാന്നിധ്യം കാണാം. അങ്ങനെയുണ്ടായിരുന്ന ഈ ദക്ഷിണ ഭാരതം, അപ്പം അത് ഇപ്പോൾ പലപ്പോഴും ഇന്നൊക്കെ പറയുന്നതാണ് അത് ഉത്തരഭാരതം വേറെയാണ് ദക്ഷിണ ഭാരതം വേറെയാണ് എന്നൊക്കെ. ശരിക്കും ആ ഒരു വ്യത്യാസവും നമ്മുടെ സംസ്കൃതിയിൽ ഈ ദേശങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. കാരണം കാശ്മീർ മുതൽ കേരളം വരെ, അല്ലെങ്കിൽ ഹിമാലയം മുതൽ സിന്ധു സമുദ്രം വരെ ഇവിടുത്തെ അച്ഛനും അമ്മയും മക്കൾക്ക് രാമനെന്നും കാളിയെന്നും കൃഷ്ണനെന്നും പേര് വിളിച്ചിട്ടുണ്ട്. പ്രണവത്തിന് പ്രത്യേക ലിപി ദേവനാഗരിയിലല്ലാതെ ഉള്ള ലിപി തമിഴിലാണ്. പ്രത്യേകമായിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് ഈ ലിപി ഉള്ളത്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്കൃതി പരസ്പരം നമ്മളൊരു വസ്ത്രത്തിലെ ഓരോ ഇഴകളും ചേർന്നിരിക്കുന്നത് പോലെ ഇഴവാകി ചേർന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ പഞ്ചസരോവരങ്ങളിൽ ഉള്ള പമ്പാ സരോവരം ദക്ഷിണ ഇതിലാണ്. സപ്തസിന്ധുക്കളിൽ കാവേരി ദക്ഷിണദേശത്താണ്. സപ്തപുരികളിലെ കാഞ്ചീപുരം ദക്ഷിണദേശത്താണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ രാമായണമായും മഹാഭാരതവുമായും ബന്ധപ്പെടുന്ന ഒരുപാട് ഐതിഹ്യ പ്രധാനവും ചരിത്ര പ്രാധാന്യവും ഉള്ള സ്ഥലങ്ങളുണ്ട്, ദേവതാ സങ്കേതങ്ങളുണ്ട്, ആശ്രമ ഭൂമികളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ആചരണങ്ങൾ ഒരേ ആചരണങ്ങളാണ്. ഈ പറഞ്ഞ പോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഇവിടെ പശ്ചിമ ദിക്ക് മുതൽ പൂർവ്വ ദിക്ക് മുതലെയും എല്ലാ സ്ഥലത്തും ഏത് പരമ്പരയില് ഏത് സമ്പ്രദായത്തിൽ ആചാര്യനാണെങ്കിലും ഒരു ദേവതയെ ഒരു സ്ഥലത്ത് വയ്ക്കുന്നത് ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായും സുഖമായും ഇരിക്കുക എന്നുള്ള ഒരു ആദേശത്തോട് കൂടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ടിരുന്ന ഈ ദക്ഷിണ ഭാരതം ഈ രാജ്യത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഛിദ്രശക്തികളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്, പ്രധാനമായിട്ടും ഇസ്ലാമിസ്റ്റുകളും ഇവാഞ്ചലിസ്റ്റുകളും തന്നെയാണ്. ഇവരുടെ ബോധപൂർവമുള്ള പ്രവർത്തനം, അതിൻ്റെ ഫണ്ടിങ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത് എല്ലാം ഛിദ്രമാണ്, വേറിട്ടതാണ്. ഇവിടുത്തെ ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ, ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പരസ്പരം ഛിദ്രമുള്ളതാണ്, പരസ്പരം വേറിട്ടതാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ബോധപൂർവം കൊണ്ടുവരികയാണ്. അങ്ങനെ ഈ സനാതനധർമ്മത്തിൽ നിന്ന്, ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് വേറിട്ട സ്ഥലമാണ്
എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ കൊണ്ടുവരിക, കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന നരേറ്റീവ് കൊണ്ടുവരിക, സനാതനധർമ്മം പകർച്ചവ്യാധി പോലെ ഇല്ലാതാക്കേണ്ടതാണെന്ന് പറയുക. പഴയ കാലത്തൊക്കെ അസുരന്മാർ പോലും ഞങ്ങളാണ് ധർമ്മിഷ്ഠർ എന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ ധർമ്മത്തെ നശിപ്പിക്കുന്നവരല്ല, ഞങ്ങളാണ് ധർമ്മിഷ്ഠർ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് നേരെ തിരിച്ച് ധർമ്മം വേണ്ട എന്ന് അധികാരികൾ പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ രാജ്യത്തിനും സംസ്കൃതിക്കും എതിരായിട്ടുള്ള ഛിദ്രശക്തികളുടെ ഒരു കേന്ദ്രമായിട്ട് ദക്ഷിണ ഭാരതം മാറിയിട്ടുണ്ട്. പലപ്പോഴും ഉത്തര ഭാരതത്തിലൊക്കെ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും, രാജ്യത്തിനെതിരായിട്ടൊക്കെയുള്ള പല പ്രശ്നങ്ങൾക്കുമുള്ള ഇന്ധനം ചെല്ലുന്നത് ഈ ദക്ഷിണ ദേശത്ത് നിന്നാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ്. അപ്പം അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ ധർമ്മത്തെ കെട്ടുറപ്പോടുകൂടി നിലനിർത്തുകയും ഇവിടെയുള്ള ആളുകളുടെ മനസ്സിൽ ധർമ്മത്തിൻ്റെ ശക്തി എന്താണ്, ഈ ധർമ്മത്തിൻ്റെ പരമ്പരയുടെ മാർഗം എന്താണ്, എത്രത്തോളം നമ്മുടെ ആഴത്തിൽ ഈ ധർമ്മമുണ്ട്, ധർമ്മം എങ്ങനെയാണ് ഛിദ്രത്തിനല്ല ഐക്യത്തിനാണ് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതെല്ലാം ശക്തമായിട്ട് ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ ഒരു കാലത്ത് സാധുസന്ത് സമാജം ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് കാണുന്നത്. അത് ജൂനാഖാഡ എന്നുള്ളത് മാത്രമല്ല, എല്ലാ പരമ്പരയും സാമാജിക നേതൃത്വവും ധാർമ്മികരായിട്ടുള്ള മുഴുവൻ വ്യക്തിത്വങ്ങളും ഈ ദക്ഷിണ ഭാരതത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ ജാഗരൂകരാണ്. ഇതിലൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവരവരുടേതായിട്ടുള്ള പരിശ്രമങ്ങളിലുമാണ്. ഇനി നമുക്ക് കുറച്ച് പൂർവാശ്രമത്തിലേക്ക് പോവാം. അതിൽ നിന്നും നിൽക്കുന്ന ഏത് സാധനയാണ് അങ്ങ് ഇപ്പോഴും പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടാവും? അല്ല, ഒന്നും ഉണ്ടാവില്ല ചെയ്യാൻ. അതായത് സന്യാസിയായാൽ ശരീരമടക്കം നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. പൂർവ്വത്തിലൊന്നും ഉണ്ടാകും, ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ സന്യാസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സമ്പ്രദായ പ്രകാരം സന്യാസി വിളക്ക് കൊടുത്തു പോലുമില്ല. കാരണം സന്യാസി ഗൃഹസ്ഥനാചരിക്കേണ്ട എല്ലാ അഗ്നികളെയും ഉള്ളിലേക്ക് സ്വീകരിച്ച് അതിൻ്റെ വിരജാഹവനം എന്ന് പറയുന്നതിൽ ശരീരത്തെ സമർപ്പിച്ച് ഭസ്മമാക്കി തീർത്തതാണ്. നാഡിയിലാണ് ദേവത ഇരിക്കുക. അപ്പം ആ നാഡിയെ ഉപേക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേവത ഇല്ല. ആ സന്യാസി അപ്പം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ലോക കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള മഹാസങ്കല്പം സ്വന്തം ശരീരം നിലനിർത്തണം അത്ര എന്നുള്ള സ്വാർത്ഥത പോലും ഇല്ലാതെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം എന്നുള്ള നിലയിൽ അഖാഡകളിലെ സന്യാസിമാർ അവർക്ക് ധർമ്മസംരക്ഷണം എന്ന് പറയുന്ന ഒരു കർമ്മമുള്ളത് കൊണ്ട് അഖാഡകളുടേതായിട്ടുള്ള സാധനാപന്ഥാവിനെ പിന്തുടരുന്നത്. ഇന്നത്തെ ഒരു ആധുനിക ജീവിതത്തിൽ കുട്ടികൾ, അതായത് ബേസിക്കലി യുവാക്കൾ, ഭയം, സ്ട്രെസ്, അങ്ങനെ കുറെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ അവർക്കൊക്കെ ഒരു ആത്മീയമായിട്ട് എന്താണ് ഒരു സന്യാസിൽ നിന്ന് കൊടുക്കാൻ കഴിയുക നമുക്ക്? അതായത് ഭാരതത്തിലെ ഋഷിമാര് നമുക്കൊരു ജീവിത രീതി ഉപദേശിച്ചു തന്നത്, ജനനം മുതൽ മരണം വരെ, രാവിലെ എണീറ്റ് രാത്രി കിടക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത്, എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം കഴിക്കരുത്. ഈ കഴിക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഭക്ഷണം എന്നുള്ള നിലയിൽ മാത്രമല്ല, കാണുന്നതും കേൾക്കുന്നതും ശ്വസിക്കുന്നതും ഒക്കെ കഴിക്കലാണ്, ഉള്ളിലേക്ക് ചെല്ലുന്നതാണ്. അതിൻ്റെ പ്രതികരണങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്, നമ്മളിൽ നിന്ന് വരുന്നതൊക്കെ. അപ്പോൾ അതെല്ലാം എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പറഞ്ഞു തന്നതൊക്കെ ഇന്ന് നമ്മൾ ഈ സെമറ്റിക് മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആധ്യാത്മികതയും ആദിദൈവികതയും ആത്മീയതയും ഒക്കെ കാണുന്നത് കൊണ്ട് ഇതൊക്കെ ഏതോ ദൈവത്തിന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നാം. പക്ഷെ ഒന്നും അങ്ങനെയല്ല. ഉന്നതമായിട്ടുള്ള ശാരീരിക, മാനസിക, ബൗദ്ധിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ആചരണങ്ങളാണ്. രാവിലെ എണീറ്റ് കുളിക്കണം എന്നുള്ളത് തൊട്ട്, കുളിച്ചിട്ട് വേണം ഭക്ഷണം പാകം ചെയ്യണം എന്നുള്ളത് തൊട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അസ്തമയത്തിനോടടുപ്പിച്ച് ഭക്ഷണം കഴിക്കണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധിക നേരം രാത്രി നേരത്തെ കിടക്കണം, നേരത്തെ ഉണരണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാമജപം. അതായത് നാമജപം എന്ന് പറയുന്നത് ഒരു അക്ഷരം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശ്വാസം ശരീരത്തിൽ കൃത്യമായിട്ടൊരു ക്രമത്തിൽ സഞ്ചരിച്ചിട്ടാണ്. അപ്പം ഈ നാമജപം എന്ന് പറയുന്നത് നമ്മൾ പല അക്ഷരങ്ങളൊക്കെ കഴിയുമ്പോൾ പലതരത്തിലുള്ള നമ്മുടെ ഉള്ളിൽ ശ്വാസത്തിൻ്റെ കലങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ആ കലങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നുമൊക്കെ ഇതിനെ വീണ്ടും പ്രകൃതിയുടെ താളത്തിലേക്ക് ക്രമപ്പെടുത്താനുള്ള ഒരു ശ്വാസ പരിശീലനം കൂടിയാണ് നാമജപം. അതിൻ്റെ കരുത്ത് അക്ഷരം അർത്ഥമറിയാതെ ജപിച്ചാൽ പോലും കാട്ടാളൻ മഹാഋഷിയാവുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു അനുഷ്ഠാനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെ
തള്ളിക്കളഞ്ഞപ്പോഴാണ് ഇപ്പോൾ പഴയ കാലത്ത് വീട്ടിലെല്ലാവരും നാമം ജപിച്ചിരിക്കുന്നതാണ് ഒരു സന്ധ്യാസമയത്ത് നമ്മുടെ നാട്ടിലെ കാഴ്ച. ഇന്ന് അതില്ലാതെ എല്ലാവരും ഇല്ല. ഉള്ള ആളുകളാണെങ്കിൽ പല മുറികളിലും മൊബൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പൂർവികര് കാരണവന്മാർ നമുക്ക് തന്ന പല കാര്യങ്ങളെയും നമ്മൾ ഇറക്കി വിട്ടപ്പോൾ ചോദിക്കാത്ത ആളുകൾ കയറി വന്നു. സ്ട്രെസ്സായി, ആങ്സൈറ്റി ആയി, ഡിപ്രഷനായി, പലതരത്തിലുള്ള അസുഖങ്ങളായി, അസ്വസ്ഥതകളായി, സംഘർഷമായിട്ടൊക്കെ കയറി വന്നു. അപ്പോൾ അതിനെയൊക്കെ ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പലതും കയറി വരും. പലതും കയറി. അപ്പം അതിനെ നല്ലതുകൊണ്ട് നിറയ്ക്കുക. നാമജപവും മറ്റുള്ള അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ ശീലിച്ചാൽ നല്ല ശാരീരിക, മാനസിക, ബൗദ്ധിക ആരോഗ്യം ഉണ്ടാകും. അങ്ങനെ അവനവൻ്റെ മേഖലയിൽ ജീവിതോത്കർഷം നേടാൻ കഴിയും. ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ അങ്ങ് ഒരു സന്യാസി സൈന്യത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു ആചാര്യനാണ്. ഇവിടുത്തെ ഒരു പറഞ്ഞ LMRKയുടെ ഒരു സൈന്യം, മുരുക സൈന്യം, അതിനെപ്പറ്റി എന്താണ് എനിക്ക് പറയാനുള്ളത്? നമ്മുടെ ഭാരതത്തിൽ ദേവസേനാധിപതിയാണ് അതെ. മുരുകൻ. ഭാരതത്തിൽ നിരവധി പരമ്പരകളുണ്ട്, നിരവധി പന്ഥാവുകളുണ്ട്. അതൊക്കെ നമുക്ക് 33 ദേവതകൾ, ഇത്രയേറെ പരമ്പരകളൊക്കെ ഉണ്ടാകുന്നത് വെച്ചാൽ ഓരോ മനുഷ്യനും ഭിന്നമായിട്ടുള്ള വാസനകളും സംസ്കാരവും ഉള്ളവരാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവർക്ക് ചേരുന്ന രീതിയിൽ ഉള്ള പരിശ്രമത്തിലൂടെ ഈ ധർമ്മത്തിന് വേണ്ടി പ്രയത്നിക്കാൻ, ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയാൻ വേണ്ടിയിട്ടാണ് ഭിന്നമായിട്ടുള്ള പരമ്പരകൾ, ഭിന്നമായിട്ടുള്ള പന്ഥാവുകൾ, ഭിന്നമായിട്ടുള്ള ആചാര്യന്മാരൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ചേരുന്ന ഒരു മാർഗം അഖാഡകളായതുകൊണ്ടാണ് ഞാൻ അഖാഡകളുടെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചത്. എന്നിൽ കുറച്ച് രാജസമുണ്ട് അതുകൊണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും സാത്വികനായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തിരഞ്ഞെടുക്കുക വേറൊരു ഇതാണ്. താമസപ്രകൃതമുള്ള ഒരാളെ തിരഞ്ഞെടുക്കുന്ന പന്ഥാവ് വേറെ ഒന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ പ്രകൃതമനുസരിച്ച്, ആ വ്യക്തിയുടെ ഒരു സംസ്കാരമനുസരിച്ച് ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഒക്കെ അവരവർക്ക് ചേരുന്ന മാർഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാലത്തും ദേശകാലങ്ങൾക്കും ഒക്കെ അനുസരിച്ചുകൊണ്ട് ഭിന്നമായിട്ടുള്ള പന്ഥാവുകൾ, ആചാര്യന്മാർ, ആചരണങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പം അതുപോലെ ഇന്നത്തെ കാലത്ത് ആ മുരുക ഭഗവാനിൽ ഭക്തിയോട് കൂടിയിട്ട് നിന്നുകൊണ്ട് സമാജത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇച്ഛ. അപ്പോൾ നമ്മളിപ്പോൾ കാണും, ചിലപ്പോൾ ഒരാൾ ആരംഭിച്ചത് അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളുടെ ഒരു കൂട്ടായ്മ ആരംഭിച്ചതെന്നൊക്കെ കാണും. പക്ഷെ അതും ഒരുപാട് ആളുകളുടെ ഉള്ളിലുള്ള ഒരു സങ്കല്പമാണ് അങ്ങനെ ഉണർന്നു വരുന്നത്, ആ ഒരു പന്ഥാവായിട്ട് ഉണർന്നു വരുന്നത്. അപ്പം അതിൽ ധാർമ്മികമായിട്ടുള്ള വഴിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സമയം ഒരുപാടായി നമ്മൾ സംസാരിക്കുന്നു. ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യാണ്. സാധു ആനന്ദവനം ഭാരതി മഹാരാജ് മഹാമണ്ഡലേശ്വർ അദ്ദേഹം ഇന്നിവിടെ കുറിച്ചു വെക്കുന്നത് ഒരു ചരിത്രമാണ്. മഹാമാഘ മഹോത്സവം എന്ന ആ ഒരു വിജയത്തിലൂടെ സനാതനധർമ്മത്തിന്റെ തിരിച്ചുവരവിന് അദ്ദേഹം ഒരു കാരണഭൂതനായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥ കാരണഭൂതൻ. അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ. സല്യൂട്ട് ഭാരത്.